നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ ആരെങ്കിലും ഒരു സ്വർണ്ണമീനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വർണ്ണമീനിനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വർണ്ണമീനിന്റെ കഥയുമായിട്ടാണ്. സ്വർണ്ണമീൻ ഒറ്റയ്ക്കല്ലാട്ടോ, ഒരു കാക്കച്ചേട്ടനും കൂടിയുണ്ട്. ഒരു കുളത്തിൽ ഒരു സ്വർണ്ണമീൻ ഉണ്ടായിരുന്നു. വലിയ അഹങ്കാരിയായിരുന്നു അവൻ. അയ്യയ്യേ, നിങ്ങളെയൊക്കെ കാണാൻ ഒരു ഭംഗിയുമില്ല. എന്നാൽ എന്നെ നോക്ക്, എന്തു ഭംഗിയാണ് എന്നൊക്കെ സ്വർണ്ണമീൻ എപ്പോഴും മീനുകളെ നോക്കി കളിയാക്കി അഹങ്കരിക്കായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കാക്കച്ചേട്ടൻ അതുവഴി വന്നു. കുളത്തിൽ എന്തോ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കാക്കച്ചേട്ടന്റെ കണ്ണിൽപ്പെട്ടു. ഹയ്യടാ, അതൊരു സ്വർണ്ണമീനാണല്ലോ. കാക്കച്ചേട്ടന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു. കാക്കച്ചേട്ടൻ വേഗം ആ സ്വർണ്ണമീനിനെ ഒറ്റ കൊത്ത്. ഭാഗ്യത്തിന് സ്വർണ്ണമീനിന്റെ ഒരു കുഞ്ഞു ചെറുകിനെ മാത്രമേ കൊത്തുകൊണ്ടുള്ളൂ. ഏതായാലും സ്വർണ്ണമീനിന് നന്നായി വേദനിച്ചു. തനിക്ക് സ്വർണം നിറം ഉള്ളത് കൊണ്ടാണ് കാക്കച്ചേട്ടൻ കൊത്താൻ വന്നതെന്ന് സ്വർണ്ണമീനിന് മനസ്സിലായി. അതോടെ സ്വർണ്ണമീനിന്റെ അഹങ്കാരമെല്ലാം പമ്പ കടന്നു. നല്ലൊരു കുഞ്ഞു മീനുമായി അവൻ കുളത്തിൽ കഴിഞ്ഞുകൂടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി? നമ്മുടെ അഹങ്കാരം നമുക്ക് ആപത്തേ ഉണ്ടാക്കുള്ളൂ. നമുക്കുള്ള ഓരോ നന്മകളും അതിനെക്കുറിച്ച് അഹങ്കരിക്കാതെ പകരം ദൈവത്തിന് നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുക.